പ്രിയ ബന്ധുജനങ്ങളെ, ഇത്തവണ ഞങ്ങൾ എത്തിയത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വിശ്വപ്രസിദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രം, അതും നമ്മുടെ തിരുവനന്തപുരത്ത്. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ കുലദൈവമാണ് ശ്രീ പത്മനാഭസ്വാമി. ഇവിടെ രാജാക്കന്മാർ രാജ്യം ഭരിച്ചിരുന്നത് പത്മനാഭദാസൻ എന്ന പേരിലാണ്. ഈ ക്ഷേത്രത്തിൽ പൂജകൾ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് തുളു ബ്രാഹ്മണർക്കാണ്. അതുമായി ബന്ധപ്പെട്ട് ചില ഐതിഹ്യങ്ങളും ഉണ്ട്. അതിലൊന്ന് ദിവാകര മുനിയുമായും മറ്റൊന്ന് വില്വമംഗലം സ്വാമിയുമായും ബന്ധപ്പെട്ട് ഉള്ളതാണ്. ഈ തുളു ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ മംഗലാപുരത്തിനടുത്തുള്ള ധർമ്മസ്ഥല എന്ന സ്ഥലത്തിനടുത്തുള്ള കൊക്കട എന്ന സ്ഥലം, അവിടെ വസിക്കുന്ന ബ്രാഹ്മണരാണ്. ഈ ബ്രാഹ്മണർക്കാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൂജകൾ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം എന്ന് പറയുന്നത് അനന്തശയനമൂർത്തിയായ യോഗശയനമൂർത്തിയായ മഹാവിഷ്ണുവാണ്. അതാണ് ശ്രീ പത്മനാഭസ്വാമി. ശ്രീ പത്മനാഭസ്വാമിക്ക് പുറമേ ഉപദേവന്മാരായി ഗോശാലകൃഷ്ണനും നരസിംഹമൂർത്തിയും ഇവിടെ ഉണ്ട്. മഹാവിഷ്ണുവിന് ദശാവതാരങ്ങൾക്ക് പുറമേ 24 അവതാരങ്ങൾ ചതുർവിംശതി എന്ന പേരിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രീ പത്മനാഭസ്വാമി. ഇവിടെ ശ്രീ പത്മനാഭസ്വാമി യോഗശയനമൂർത്തിയാണ്. ശയനമൂർത്തി ഭാവത്തിലുള്ള വിഗ്രഹങ്ങൾ സാധാരണയായി ഭോഗശയനമൂർത്തി, യോഗശയനമൂർത്തി, ഉദ്ധാനശയനമൂർത്തി എന്നീ 3 ഭാവത്തിലാണ് കാണപ്പെടുന്നത്. ഇവിടെ ഭഗവാൻ യോഗശയനമൂർത്തി എന്ന ഭാവത്തിലാണ് ഉള്ളത്. 1686 അതായത് 17-ാം നൂറ്റാണ്ടിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അഗ്നിബാധയുണ്ടായി. അതിനുശേഷം 18-ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ്, അതായത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. തികച്ചും തമിഴ് ശൈലിയിൽ പണികഴിപ്പിച്ച ഈ ക്ഷേത്രത്തിന് 7 നിലകളുള്ള ഒരു ഗോപുരവും ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ ചെന്നാൽ ആദ്യം കാണുന്നത് 15 കൽപ്പടവുകളാണ്. അത് കഴിഞ്ഞാൽ ഐരാവതത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ഇന്ദ്രൻ്റെ പ്രതിമയും കാണാം. അഷ്ടനാഗ ഗരുഡനെയും കാണാം. ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ നിൽക്കുകയാണ്. ഉത്സവമായതുകൊണ്ടായിരിക്കാം ജനങ്ങളുടെ നല്ല തിരക്കുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സാധാരണ വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഉത്സവങ്ങൾ നടക്കുന്നത്. അൽപ്പശിയും പൈങ്കുനിയും. മലയാളത്തിൽ ശിവരാത്രിയുമായും വിഷുവുമായും ബന്ധപ്പെട്ട് വരും. 10 ദിവസത്തെ ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. അതിൽ പ്രധാനമായി വേലകളി, ആറാട്ട്, പള്ളിവേട്ട തുടങ്ങിയവയും ഉണ്ടാവും. 9-ാമത്തെ ദിവസം പള്ളിവേട്ടയും 10-ാമത്തെ ദിവസം ആറാട്ടും ഇവിടെ നടക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ
പൂജകൾ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് തുളു ബ്രാഹ്മണർക്കാണ് എന്ന് പറഞ്ഞുവല്ലോ. ഈ തുളു ബ്രാഹ്മണർ എന്ന് പറയുന്നത് മംഗലാപുരത്തിനടുത്തുള്ള ധർമ്മസ്ഥല എന്ന സ്ഥലത്ത് വസിക്കുന്ന കൊക്കട എന്ന സ്ഥലം, അവിടെ വസിക്കുന്ന ബ്രാഹ്മണരാണ്. ഇവർക്കാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജകൾ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. കൂടാതെ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, ശ്രീവരാഹം, ശ്രീകണ്ഠേശ്വരം, വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം, ഈ ക്ഷേത്രങ്ങളിലും പൂജകൾ ചെയ്യുന്നത് തുളു ബ്രാഹ്മണരാണ്. ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുള്ള 15 കൽപ്പടവുകളിൽ ഒരു പടവിൽ ഇരിപ്പായി. വേലകളി നടക്കുകയാണ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് വേലകളി. അതായത് പത്മനാഭസ്വാമിയുടെ കിഴക്കേ നടയിൽ പഞ്ചപാണ്ഡവന്മാരുടെ രൂപങ്ങൾ നിർമ്മിച്ചു വയ്ക്കുന്നു. അവർക്കിടയിൽ മലവേടന്മാരുടെ വേഷത്തിൽ കൗരവർ എത്തുന്നു. വൈവിധ്യമാർന്ന അടവുകളും ചുവടുകളും അവർ പ്രകടിപ്പിക്കുന്നു. ഇത് മഹാഭാരതത്തിലെ ഒരു കഥയെയാണ് അനുസ്മരിപ്പിക്കുന്നത്. വനവാസകാലത്ത് അനന്തൻ കാട്ടിൽ കഴിയുന്ന പാണ്ഡവന്മാർക്കിടയിലേക്ക് ആയുധങ്ങളുമായി വരുന്ന കൗരവരെയാണ് ഇവിടെ നമ്മൾ ഓർമ്മിക്കുന്നത്. ഈ വേലകളി കാണുന്നതിനായി രാജകുടുംബ അംഗങ്ങൾ, വിശേഷപ്പെട്ട കുടുംബാംഗങ്ങൾ, പ്രമുഖർ ഇവർ എത്തുന്നു. ഇവർക്ക് ഇരിക്കുന്നതിനായി പ്രത്യേകം സ്ഥാനങ്ങളും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചു നേരം വേലകളി കണ്ടു. എന്നിട്ട് ക്ഷേത്രത്തിൻ്റെ തിരുനടയിലെത്തി. നല്ല തിരക്കാണ്. അകത്തോട്ട് കയറാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഒരു പ്രാർത്ഥന ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചു. ഫാസ്വൽ ഫാസ്വൽ സഹസ്രപ്രഭമരിതര കൗമോദകീ പങ്കജാനി ദ്രാഗിഷ്ടൈർബാഹുദണ്ഡൈർദതമജിതമാപീതവാസോവസാനം ധ്യായേൽ സ്വായേൽ കിരീടോജ്വലമകുടമഹാകുണ്ടലം വന്യമാല വത്സശ്രീകൗസ്തുവാഢ്യം സ്മിതമുഖമധുരം ശ്രീധരാശ്ലിഷ്ടപാർശ്വം ഗോക്ഷീരാഭം പുണ്ടരീകാസനസ്ഥം ചക്രാബ്ജാഭ്യാം ശംഖകൗമോദകീഭ്യാം ശ്രീഭൂമിഭ്യാമർച്ചിതം യോഗനിഷ്ഠം വന്ദേ വിഷ്ണും പൂരുഷം പൂർണ്ണരൂപം.